ഹലോ, ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കും. എനിക്കും ഒരു 5-6 ടൈപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വളരെ സിമ്പിളാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ഈ ചാനലൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ ഈ ഗ്യാസ് കത്തിച്ച് നമ്മൾ ശർക്കര ഉരുക്കുക. ഇത് 1/2 കിലോ ശർക്കരയാണ്. ഞാൻ ഇതിനകത്ത് 2 കപ്പ് വെള്ളം, അതായത് 1 ലിറ്റർ വെള്ളം, കറക്റ്റായിട്ട് അളവൊക്കെ പറയുക. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് 1/2 കിലോ ശർക്കരയാണ് ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം തന്നെ വേണം ഇതിന്. കാരണം ഈ ശർക്കര തിളപ്പിച്ചിട്ട് ഈ ചൂടോടെ വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കറക്റ്റ് ആകട്ടെ. ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇതിനെ ഞാൻ വാങ്ങി വയ്ക്കും. വാങ്ങിയിട്ട് ചൂടോടെ നമ്മൾ എന്ത് ചെയ്യും, ഈ പൊടികളെല്ലാം ചേർക്കുന്നത് എങ്ങനെയാണിത് പിന്നെ കൂട്ടി വയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ശർക്കര 1 ലിറ്റർ വെള്ളത്തിൽ 1/2 കിലോ ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചൊഴിക്കുകയാണ് ഇതിനകത്തോട്ടെ, ഉണ്ണിയപ്പം കലക്കാൻ പോകുന്ന പാത്രത്തിലേക്ക്. ഇതിലേക്ക് ഈ ചൂട് പാത്രത്തിലേക്ക് ഞാൻ ചെയ്യുന്നതുണ്ടല്ല, ഈ ബൗളിന് 2 കപ്പ്, ഇതൊരു 200 ഗ്രാം വീതം ഉണ്ടാവും ഈ റവ കേട്ടോ. കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത്. ഈ ചൂട് ശർക്കര പാനിയിലേക്ക് ഞാൻ ഈ റവ ഇടുവാണേ. റവ 2 എണ്ണമായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഒരു 350 ഗ്രാം ഉണ്ടാകും കേട്ടോ ഈ ബൗളിലെടുത്താണത്. അതിന് ശേഷം ഞാൻ ഇടുന്നത് കുറച്ച് നല്ലതായിട്ട് വറുത്ത അപ്പപ്പൊടി, ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന നിറച്ചില്ലാത്ത ഒരു 150 ഗ്രാമോളമുള്ള അരിപ്പൊടിയാണ് ഇടുന്നത്. അതിന് ശേഷം ഞാനിടുന്നത് ഒരു 200 ഗ്രാം മൈദ. ഇത് ഞാൻ ഈ അളവ് കൃത്യമായിട്ട് പറഞ്ഞത് ഈ ബൗളിൽ കാണിച്ചത് എന്താണെന്നാണ്. നിങ്ങൾ കിലോ കണക്കാണ് വാങ്ങുന്നതെങ്കിൽ ഒരു 1/2 കിലോ വേണമെങ്കിൽ എടുക്കുക. 1/2 കിലോ റവയ്ക്ക് ഒരു 1/4 കിലോ നല്ല മൂക്കി വറുത്ത അരിപ്പൊടി, പിന്നെ 1/4 കിലോനും വേണ്ട, 200 ഗ്രാം ആയാലും മതി. പിന്നെ അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു 1/4 കിലോ മൈദ. റവയാണ് ഇച്ചിരി കൂടുതൽ വേണ്ട. ഈ മൈദക്ക് ബദൽ നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. ഇനി ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും റവയും മൈദയും എല്ലാം കൂടി ഇതുപോലെ നല്ല തിളച്ച പിന്നെ ശർക്കര പാനിയിലോട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി പൊങ്ങാൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നാൽ, ഈ ചെറുപഴം ഒരു 3 എണ്ണം ഇതിനകത്ത് നമ്മൾ കുഴച്ച് കൂട്ടും. അതല്ല, ചെറുപഴം ഇല്ല എങ്കിൽ നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ നമുക്ക് ഒരു ഇച്ചിരി നമുക്കിതിനകത്ത് ഇടാം. അതായത് ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഈ ചെറുപഴം, പാളയംതോടൻ പഴമാണ് 3 എണ്ണമെങ്കിൽ ഇടണമെങ്കിൽ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഉണ്ടാക്കാൻ നേരത്താണ് ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ഒരു പിഞ്ച്, നമ്മൾ അതൊന്നും കൂടുതൽ യൂസ് ചെയ്യത്തില്ല, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരു കിള്ളാണ് ഇട്ടേക്കണത്. പിന്നെ ബാക്കി നമ്മൾ ഈ ചെറുപഴം നമ്മൾ മിക്സിയിലടിച്ച് ഇതിനകത്തോട്ട് 2-3 എണ്ണവും കൂടി ഇടുവാണ്. ഇതാണ് നമ്മൾ 3 ചെറുപഴം മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതാണ് ഇതിനകത്തോട്ട് ഈ മാവിലേക്ക് നമ്മളിടാൻ പോകുന്നത്. ഇതും കൂടിയിട്ട് നമ്മൾ ഒരു 1/2 മണിക്കൂർ കൂടുതൽ വെക്കണം ഇത്. എന്നിട്ടാണ് നമ്മൾ അടുത്ത, അപ്പം നമ്മൾ ശർക്കര നീരുണ്ടല്ലോ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റവയും മൂക്കിയ വറുത്ത അരിപ്പൊടിയും കൂടിയൊക്കെ കാരണം ഇതങ്ങ് കുതിരുമ്പോൾ മധുരം വേണമെങ്കിൽ രണ്ടാമത് നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ഇനി പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം. നമ്മൾ പഴം ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ
നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് കുറച്ച് നാൾ, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരിക്കേണ്ട ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. നല്ല അരിപ്പൊടി, വറുത്തതോ വറുക്കാത്തതോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പുട്ടിൻ്റെ പരുവത്തിലുള്ള അരിപ്പൊടിയിൽ ശർക്കര പാനി ഉരുക്കി ഒഴിച്ചിട്ട് 1 കിലോ അരിപ്പൊടിക്ക് 1/2 കിലോ ശർക്കര വേണം. അത് ഉരുക്കിയിട്ട് അത് നല്ല അധികം വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്തിട്ട് അതിനകത്ത് അതങ്ങ് പാവോയി അടപ്പയിൽ വെച്ച് പാവ് വരുമ്പോൾ തേങ്ങയിട്ട് വിളയിച്ചിട്ട് ഈ ചൂടാറിയ ഈ വറുത്ത് വെച്ചെണ്ണ അരിപ്പൊടിയിലേക്ക് അതിട്ട് ഇളക്കി നമ്മൾ വയ്ക്കും. എന്നിട്ട് അത് ഒരു 4-5 മണിക്കൂർ വയ്ക്കണം കേട്ടോ. അത് 4-5 മണിക്കൂർ ഇരിക്കുമ്പോഴേ അത് പൊങ്ങി വരുള്ളൂ. അതിനകത്തും വേണമെങ്കിൽ നമുക്ക് ചെറുപഴം ഇടാം. ചെറുപഴം ഇടാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ ശർക്കരയും ബീരയും കൂടി വിളയിച്ചതും അരിപ്പൊടിയും കൂടി ഇട്ട് ഒരു 5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും ഉണ്ണിയപ്പത്തിൻ്റെ പരിപോകും. എന്നിട്ട് അത് ഉണ്ടാക്കാൻ നേരത്ത് പിന്നെ നമുക്ക് എള്ളിടാം, ഏലക്കാപ്പൊടി ഇടാം. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു 2 ആഴ്ച ഇരിക്കും കേട്ടോ. പിന്നെയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒന്നില്ലെങ്കിൽ അരി അരച്ച് അല്ലെങ്കിൽ പച്ചരിപ്പൊടിയിൽ ഒക്കെ ആയിരിക്കും, അരി വിളയിച്ചൂട്ടിയായിരിക്കും ഇടുന്നത്. നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു ഉണ്ണിയപ്പം. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ണിയപ്പമാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ണിയപ്പം ചുടാൻ പോവുകയാണേ. നിങ്ങൾ ഈ ചട്ടി കണ്ട് ഞെട്ടണ്ട. 30 വർഷം പഴക്കമുള്ള ചട്ടിയാണ്, ഇരുമ്പ് ചട്ടി. ഇപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ചട്ടി ഒത്തിരി ഉണ്ടാക്കി പഴകിയതാണ്. ഇതിൻ്റെ വെളിച്ചെണ്ണമയം ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ഇടാത്ത സാധനങ്ങൾ കുറച്ചുണ്ട്. ഇത് ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ഇടുന്നതാണ്. നമ്മൾ കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു ശർക്കരയാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിടണം നമ്മൾ ഇതിനകത്തോട്ട്. ആ മധുരത്തെ ഒന്ന് ടേസ്റ്റി ആക്കണമെങ്കിൽ ഒരു അല്പം ഉപ്പ് വേണം കേട്ടോ. പിന്നെ കുറച്ച് എള്ളിടണം. ഇത് കറുത്ത എള്ളാണ് ഞാൻ ഇടുന്നത്. വൈറ്റ് കളറിലെ എള്ളും വേണമെങ്കിൽ നമുക്കിതിനകത്തിടാം. ഇത് നമ്മൾ എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇടുന്നുണ്ട് ഇതിനകത്തോട്ട്. ഇത് പിന്നെ വേണമെങ്കിൽ എണ്ണയിലൊക്കെ വറുത്ത് ഇടാം. നമുക്കിതിപ്പോൾ തന്നെ തീരാനുള്ള ഉണ്ണിയപ്പമാണ്. പച്ചന ഇട്ടാൽ മതി. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൽ കിടന്ന് മൊരിഞ്ഞുള്ളത്. നെയ്യിലൊക്കെ വറുത്തിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇനി തേങ്ങ വേണമെങ്കിലും, തേങ്ങാക്കൊത്തില്ല എങ്കിൽ തേങ്ങ വേണമെങ്കിലും ഇടാം. ഞാനിതിൽ അല്പം കൂടി ശർക്കര നീര് ഒഴിക്കുകയാണ്. ഞാൻ ലൈറ്റായിട്ടാണ് ഇതെടുത്തേക്കണം. അതുകൊണ്ടാണ് കട്ടയിട്ട് ശർക്കര പാനിയാക്കിയാൽ ഭയങ്കര മധുരവും. കറക്റ്റ് അളവ് വേണം. എപ്പോഴും വെള്ളം പോലെ ശർക്കര ഉണ്ടാക്കിയെടുക്കണം. 1/2 കിലോ ശർക്കരക്ക് 1 കിലോ വെള്ളം തന്നെ വേണം കേട്ടോ. ഇതിപ്പോൾ ഓക്കെയാണേ. ഇതാണ് പാകം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ. അരമണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മൾ ഇത് ഇങ്ങനെ പഴകിയ ചട്ടിയാകുമ്പോൾ ഉണ്ടല്ല, നമ്മൾക്ക് അടിക്കൊന്നും പിടിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു 30 വർഷം പഴക്കമുള്ളൊരു ചട്ടിയാണ് ഇത്. നമ്മളെപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റും. അരമണിക്കൂർ കൊണ്ട്. ബേക്കിംഗ് സോഡ ഇട്ടാൽ 10 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കി. ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കിത് ആകും കേട്ടോ. പിന്നെ ഈ പുതിയ ചട്ടി, പുതിയ സൈസൊക്കെ ചട്ടിയുണ്ട്. അതൊക്കെ വാങ്ങിക്കുമ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുകൂടാതെ ഇതിൽ ഈ ചട്ടിയിൽ അങ്ങ് പിടിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പഴകിയ ചട്ടി തന്നെ നമ്മൾ ഇതൊക്കെ പഴക്കം ചെല്ലുന്ന മൺചട്ടി ആയാലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പം ഞാനൊന്ന് ഇട്ട് നോക്കുവാണേ. ഉണ്ണിയപ്പം കറക്റ്റ് ആകും നമുക്ക് നോക്കാം.
നേരത്തെയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കും. കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ണിയപ്പം. ഇപ്പം മക്കളൊന്നും ഇവിടെ സ്ഥലത്തില്ല, അവരെല്ലാം വെളിയിലേക്ക്, രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് പോയി, ഒരാൾ പഠിക്കുന്നു. അപ്പോൾ എപ്പോഴും ഉണ്ണിയപ്പം എനിക്ക് ഉണ്ടാക്കേണ്ടി വരുന്നില്ല. പിന്നെ ഞാനിന്നിപ്പം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ വീഡിയോ ഈ ചാനലിലൂടെ നമ്മൾ ചെടികളുടെ വീഡിയോയും ഇടും കേട്ടോ, ഷെയർ വീഡിയോ, ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടും, കൃഷിയുടെ ഇടും. പിന്നെ എനിക്കറിയാവുന്ന ഫുഡെല്ലാം ഞാൻ ഇതിലൂടെ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കും. നിങ്ങൾക്കെല്ലാം അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ റവ ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. എപ്പോഴും നമ്മുടെ കയ്യിൽ സമം എടുക്കാണ്ട് റവ ഇച്ചിരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ്. ഒരു ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വാങ്ങിച്ച് വയ്ക്കണം നമുക്കെപ്പോഴും. ഇപ്പോൾ ഇനി ഓണമൊക്കെ അല്ലേ, നമുക്ക് കുറച്ച് ഉണ്ണിയപ്പവും നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു വിരുന്നുകാർ വന്നാലും അവർക്ക് പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കടയൊക്കെ അടുത്തില്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ബേക്കറി ഒന്നും നമ്മുടെ വീടുകളിലില്ലെങ്കിൽ, നമുക്കിതൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ബേക്കിംഗ് സോഡ ഇടുക, അല്ലെങ്കിൽ ചെറുപഴം ഇടുക. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അരമണിക്കൂറിൽ കൂടുതൽ കുഴച്ച് വെച്ചാൽ മതി. സോഡാപ്പൊടി ഇട്ടാലും മതി പൊങ്ങണമെങ്കിൽ. തണുത്ത് കഴിഞ്ഞിടരുത് ശർക്കരയൊന്നും, ഒരിക്കലും തണുക്കരുത്. ചൂടോടെ തന്നെ ഇതിൽ ചെയ്യണം കേട്ടോ. ഇതിൽ അണ്ടിപ്പരിപ്പ് ഇടുക, പിന്നെ ഇതിടുക, നമ്മൾ കപ്പലണ്ടി ഇടുക. അതൊക്കെ ഇങ്ങനെ ഇട്ടാൽ കുറേയും കൂടി ടേസ്റ്റി ആകും. നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അറിയാൻ പറ്റും അത്രയും സോഫ്റ്റാണ് ഈ ഉണ്ണിയപ്പം. അതുപോലെ ശർക്കര ഉണ്ണിയപ്പത്തിന് എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമെങ്കിലും, നമ്മൾ അച്ചുപോലും ശർക്കര, കട്ട വെള്ള ശർക്കര എടുത്ത ഉണ്ണിയപ്പത്തിന് കളർ ഉണ്ടാകത്തില്ല. എപ്പോഴും ഇച്ചിരി കറുത്ത കളറിൽ ശർക്കര തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. കാരണം അത് ഇട്ടാലേ ഉണ്ണിയപ്പത്തിൻ്റെ കളർ വരത്തുള്ളൂ. നമ്മൾ ഇച്ചിരി നല്ല തെളിഞ്ഞ ശർക്കര ഈ ഉണ്ണിയപ്പത്തിന് ഇട്ടാലുണ്ടല്ലോ, ഇതിന് കറക്റ്റായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ കളർ വരില്ല, വെളുത്തിരിക്കും കേട്ടോ. വെളുത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ടാൽ വൈറ്റ് കളറിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് നേരത്തെയൊക്കെ ഉണ്ടല്ലോ പലഹാരം ഉണ്ടാക്കലും നല്ല നല്ല ഫുഡ് ഉണ്ടാക്കലായിരുന്നു എപ്പോഴും. കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഓരോന്നും. ഇപ്പം പിന്നെ ചെടിക്കടയും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് സമയം കിട്ടുന്നില്ല ഒന്നിനും. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡിയായി, ഇതേ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഞാൻ കഴിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. ഞാൻ എൻ്റെ അപ്പയെ കൊണ്ട് ഒരു ഉണ്ണിയപ്പം തീറ്റിച്ച് തിന്നാൻ കൊടുക്കുക. അപ്പോൾ ഒരു ഉണ്ണിയപ്പം എടുത്തേ, തിന്നു നോക്കിയിട്ടും പറയണം നല്ലതാണോ എന്ന്. ചവക്കാനൊക്കെ പറ്റും, പല്ലൊക്കെ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് നമ്മുടേത്. നല്ല രുചിയൂറും ഉണ്ണിയപ്പം, അതായത് സോഫ്റ്റാണ്. എനിക്ക് പല്ലില്ലാത്തതാണ്, എന്നാലും കടിച്ച് തിന്നാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ, അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് അയച്ചു കൊടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഉണ്ണിയപ്പം. ഓക്കെ, താങ്ക് യു.